ജാനുവരി നോക്കിയപ്പോൾ ജാനുവരി ഞങ്ങളുടെ ഹിന്ദു പ്രകാരം എൻ്റെ നാളിന് കല്യാണം നടത്താൻ പാടില്ല. ജാനുവരി എനിക്കൊന്നും ഡേറ്റ് ഇല്ല. പിന്നെ ഫെബ്രുവരി പോയപ്പോൾ ഇവരെ വീട്ടുകാരും ഫെബ്രുവരി വരെ പോകണ്ട, നമുക്ക് നവംബറിൽ തന്നെ നോക്കാം. അപ്പൊ നവംബർ 2019 ഡേറ്റ് കിട്ടി. പിന്നെ നവംബർ ഫസ്റ്റ് വീക്കിലാണ് ആക്ച്വലി ഡേറ്റ് ഫിക്സ് ചെയ്തത്. പിന്നെ കണ്ടിന്യൂസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ഉണ്ട്, ഷൂട്ട് ഉണ്ട്, അതിനിടയിൽ ഓട്ടം, അങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടന്ന് കെട്ടുക എന്ന് പറയില്ലേ, ഓടി നടന്ന് കെട്ടുവായിരുന്നു. ഓടി നടന്ന് കല്യാണം കഴിച്ചല്ലേ? ഹണിമൂൺ പ്ലാൻസ് ഒക്കെ അല്ല, കെട്ടാനുള്ള തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പൊക്കെ കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാണെന്തോ ഒന്നും അല്ല, ഞാൻ നോർമലായിട്ടിരിക്കുമല്ലേ പണിയൊക്കെ എളുപ്പമാക്കി കല്യാണത്തിന്റെ ഡേറ്റിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾ ആലോചിച്ചുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് മുന്നേ തന്നെയാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം അതായത് കല്യാണ ഒരുക്കങ്ങളെല്ലാം മുന്നേ തന്നെയാണ്. അല്ല, ഒരുക്കങ്ങളല്ല ഞാൻ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഇനി വേറെ ഏത് വഴിക്ക് ഡൈവേർട്ട് ചെയ്താലും ഞാൻ പറഞ്ഞു വന്നത് അതിന് മുമ്പേ നമ്മൾ കല്യാണത്തെ കുറിച്ചും ഒരുമിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചും തീരുമാനിച്ചിരുന്നു. അത്രേ ഉള്ളൂ. എന്തൊരു പെട്ടെന്നാണ് നീ ഇളക്കാൻ വേറെ വഴിക്ക് വലിച്ചിട്ടുണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹണിമൂൺ പറഞ്ഞോ. ഹണിമൂൺ പറ. ഹണിമൂൺ പ്ലാൻസ് ഒക്കെ ഹണിമൂൺ എന്താ വെച്ചാല് ഇപ്പം ഹണിമൂൺ ചന്ദ്രൻ തേനും ചന്ദ്രനും ഒക്കെ ഉള്ള സമയത്തായിരുന്നു. അല്ല, എന്താ വെച്ചാലേ ഇപ്പം കോവിഡിന്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അപ്പൊ കുറെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. പിന്നെ രണ്ടാമത് രണ്ടുപേർക്ക് ഷൂട്ടാണ്. എന്തായാലും പോവും ഞാൻ ഇങ്ങനെ കൊണ്ട്. കഷ്ടമുണ്ട് കേട്ടോ, അതും കൂടെ ഇല്ലെന്ന് പറയരുത്. അത് ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞത് ഹണിമൂണ് പോകുന്നത് ഭാര്യ പറഞ്ഞു വരുന്ന വരവുണ്ട. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തീരുമാനിച്ചത്. ഞാനീ പോയ കുളു, മണാലി, കാശ്മീർ ഇങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. 5 കൊല്ലം മുമ്പ് പോയതാണ് ഞാൻ. അപ്പൊ എന്റെ അടുത്ത് അതേ സ്ഥലത്ത് പോയിട്ട് ചേട്ടൻ ഇവിടെ നിന്നില്ല, അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിൽക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു അന്ന് അവിടെ നിന്ന സ്ഥലത്ത് ആ കടയിലൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഹൈവേ വന്നു പോയി, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും അവിടെ പോണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കൊണ്ടുപോകും, സമയം എടുക്കും, എന്നാലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അറിയാലോ, അല്ലെങ്കിൽ അറിയാലോ എന്നിലുള്ളൊരു നാഗവല്ലി അതങ്ങ് ഇറങ്ങില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ ചേട്ടൻ സ്നേഹം വരുന്ന സമയം നോർമലി ഞാനിരിക്കുമ്പോ ഇവള് പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്, അമ്പിയുടെ പോലെയാവുന്നത്. മറ്റേ അന്യൻ സിനിമയിലെ അമ്പി എന്ന് പറയുന്ന ക്യാരക്ടർ പോലെ പൊതുവെ. പിന്നെ ചേട്ടൻ ചില സമയത്ത് ദേഷ്യം വരുമ്പോ അന്യനെ പോലെ ആവുന്നതാണ്. പക്ഷെ എപ്പോഴാണ് റെമോയെ പോലെ ആവുന്നത് അതാണ് എനിക്കറിയാം. അത് ഇന്നലെ ചോദിച്ചേ. അപ്പൊ ഞാൻ അങ്ങനെ വളരെ അപൂർവമായിട്ട് ആവാറില്ല. എനിക്ക് എന്തോ റെമോ വരുന്നില്ല. അപ്പൊ വരും അല്ലല്ല, അത് വരും. പക്ഷെ അത് എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ര അത് വരും. പക്ഷെ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു ഇനി ഈ കഥ വേറെ ഏതെങ്കിലും ഒരു ചാനൽ ഇന്റർവ്യൂവിന് മുന്നേ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ സാധാരണ ഗംഗയാണ്, പക്ഷെ എപ്പോഴൊക്കെയാണ് നീ നാഗവല്ലിയായി മാറാന്നുള്ള സത്യം കൂടി ഞാൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ഞാൻ